ഇപ്പോൾ തിരുവനന്തപുരത്ത് AKG സെന്ററിലേക്ക് എത്തുന്ന കൊമറേഡ് സലിന് സന്തോഷമായി, എനിക്ക് സന്തോഷം. ചുവപ്പ് ഷോൾ അണിഞ്ഞ് സ്വീകരിക്കുന്നു. MV ഗോവിന്ദ മാഷുണ്ട്, AK ബാലനുണ്ട്. CPM നേതാക്കൾ AKG സെന്ററിൽ സരിനെ കൈപിടിച്ച് ഷോൾ അണിയിച്ച് സ്വീകരിക്കും. ഗോവിന്ദ മാമ, ഞാൻ ആള് മാറിപ്പോയല്ലടാ കുഞ്ഞുണ്ണി. ഡോക്ടർ P. സരിൻ ആദ്യമായിട്ട് AKG സെന്ററിലേക്ക് എത്തിച്ചേരുകയാണ്. മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ തലശ്ശേരി ഞാൻ ഒറ്റപ്പാലം വെക്കും, മനസ്സിലായോ? അദ്ദേഹത്തെ ഞങ്ങളെല്ലാം ആവേശത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്താ പ്രയോജനം? അപ്പോൾ ഭാവി രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയും സരിനുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആദ്യം സാധിക്കുക. പിന്നീടാണ് സംഘടനാപരമായിട്ടുള്ള പാർട്ടി മെമ്പർഷിപ്പിലേക്കും പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലേക്കും ഒക്കെ പൂർണ്ണമായിട്ട് വരാൻ സാധിക്കുക. നീ ധൈര്യമായിട്ട് പോ, ഞാനല്ലേ പറഞ്ഞത്, ധൈര്യമായിട്ട് പോ. മറ്റ് വർഗ ഭൂജന പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് സരിനുമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനം എടുക്കും. പാർട്ടി സ്വതന്ത്രം പാർട്ടിയായിരിക്കും. ഒരു ലോട്ടറി അടിച്ച സുഖം. അതായത് പാർട്ടിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ആദ്യം മുതലേ തീരുമാനിച്ചതാണ്, ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെയാണുള്ളത്. എടാ, ലോട്ടറി അടിച്ചാൽ ലക്ഷങ്ങൾക്ക് അടിക്കണം, അല്ലാതെ 5ഉം 10ഉം രൂപയ്ക്ക് അടിച്ചോണ്ട് എന്ത് കാര്യം? ഉള്ള ഭാഗ്യവും പട്ടിണിയും വെച്ച. ഇനിയിപ്പോൾ അത് ഏകപക്ഷീയമായിട്ടല്ല, ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. എല്ലാവരെയും ഒന്ന് സോപ്പിട്ട് നിൽക്കണം. ശരി, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ഡോക്ടർ P. സലിൻ, AK ബാലൻ, MV ഗോവിന്ദ മാഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ AKG സെന്ററിന്റെ പടവുകൾ കയറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു പുതിയ രാഷ്ട്രീയ ജീവിതത്തിന്റെ പടവുകൾ കൂടിയാണ് ഡോക്ടർ P. സലിൻ കയറുന്നത്. 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വല്ലതും കിട്ടിയോ? ഭാഗ്യത്തൊന്നും കിട്ടിയില്ല, എല്ലാം മിസ്സായി. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പലയടിച്ച് ഞാൻ റബ്ബർ ഷീറ്റാക്കും.